സ്ഥിരമായി എപ്പോഴും ആവശ്യം വരുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലും ഡിസ്കസ് ചെയ്യുന്നത്. ഹേ ഡിയർ, ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്കി. ഞാൻ ധൈര്യം സംഭരിച്ച് അവനോട് സംസാരിച്ചു. ഐ ഗാതേർഡ് കറേജ് ആൻഡ് ടോക്ക് ടു ഹിം. ഐ ഗാതേർഡ് കറേജ് ആൻഡ് ടോക്ക് ടു ഹിം. അവന് ധൈര്യമില്ല. ഹി ലാക്സ് കറേജ്. He lacks courage. ഞാൻ ഉറപ്പ് തരാം. Take my words for granted. Take my words for granted. ഒരിക്കൽ നഷ്ടമായ അവസരം പിന്നീട് തിരികെ വരില്ല. A lost chance never returns. A lost chance never returns. നീ നല്ല നേരത്താ വന്നത്. You are just in time. You are just in time. ഞാനത് വിട്ടുപോയി, അല്ലെങ്കിൽ ഞാനത് മറന്നുപോയി. It slipped my mind. It slipped my mind. ശരിക്കും അല്ലെങ്കിൽ സത്യമാണോ? Is it for real? Is it for real? എൻ്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. Move out of my way. Move out of my way. ഇത്രയും ദേഷ്യപ്പെടാതെ. Don't freak out. Don't freak out. ഇതുവരെ എല്ലാം നന്നായി പോകുന്നു. So far, so good. So far, so good. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. Sorry, I take my words back. Sorry, I take my words back. നിന്റെ വാലറ്റ് താഴെ വീണു. You dropped your wallet. You dropped your wallet. അവൻ അവൻ്റെ വാലറ്റ് എടുക്കാൻ കുനിഞ്ഞു. He bent down to pick up his wallet. He bent down to pick up his wallet. ഇതെൻ്റെ ചോര ഇല്ലാതാവുന്ന പണിയാണ്. This is a blood-sucking job. This is a blood-sucking job. ഒരുപാട് കഷ്ടപ്പാടുള്ള അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട പണിയാണ് എന്ന അർത്ഥത്തിൽ നമുക്ക് ഈ വാക്യം ഉപയോഗിക്കാവുന്നതാണ്. This is a blood-sucking job. ഇത് വട്ടാണ്. This is nuts. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിങ്ങനെ കാഷ്വൽ ടോക്കിൽ പറയാറുണ്ട്, ഇത് വട്ടാണ്, നിനക്കെങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? This is nuts. How you could do that? This is nuts. How you could do that? നിനക്ക് വട്ടാണോ? Are you nuts? Or are you mad? Are you nuts? Or are you mad? ഇതിൽ നിന്ന് രക്ഷപ്പെടുക അസാധ്യമാണ്. This is something impossible to escape from. This is something impossible to escape from. ഇതൊരു ജീവൻ മരണ സാഹചര്യമാണ്. This is a life-death situation. This is a life-death situation. നീ നിന്റെ പരിധി ലംഘിക്കരുത്. Don't try to cross your limits. Don't try to cross your limits. ഇത് അങ്ങേയറ്റം മോശമാകാൻ പോകുന്നു. It is going from bad to worse. It is going from bad to worse. ഞാൻ നിന്നെ കോടതി കയറ്റും. I will drag you to court. I will drag you to court. Is everything still intact? കുഴപ്പമൊന്നുമില്ലല്ലോ, ചലിക്കുന്നുണ്ടല്ലോ. അതായത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്നൊരു ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് വല്ലതും താഴെ വീണ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, ചലിക്കുന്നുണ്ടല്ലോ അല്ലേ? സോ ഈസ് എവറിതിങ് സ്റ്റിൽ ഇൻടാക്റ്റ് അല്ലെങ്കിൽ ഈസ് ഇറ്റ് സ്റ്റിൽ ഇൻടാക്റ്റ്? കുഴപ്പമൊന്നുമില്ലല്ലോ, വർക്കാവുന്നുണ്ടല്ലോ അല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം.
You need to be present oriented. You need to be present oriented. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കുക അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ബ്രെയിനർ. ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ബ്രെയിനർ. ഞാൻ മൊത്തത്തിൽ തകർന്നു പോയിരുന്നു. I was fully shattered from within. I was fully shattered from within. ക്ഷമിക്കണം, ഞാൻ അത്ര ടെക്നിക്കൽ നോളജുള്ള ആളല്ല. Sorry, I am not tech savvy. Sorry, I am not tech savvy. ടെക്നിക്കൽ നോളജ് കൂടുതലായുള്ള ആളുകളെ പറയുന്നതാണ് ടെക് സെവി. എൻ്റെ സാലറി കൂടി. I got a raise അല്ലെങ്കിൽ I got a salary hike. I got a raise അല്ലെങ്കിൽ I got a salary hike. ഇത് മനസ്സിൽ വയ്ക്കൂ. Bear that in mind. Bear that in mind. ഞാൻ നിന്റെ തമാശ കേൾക്കാൻ പറ്റിയ മൂഡിലല്ല. I am really not in the mood for your jokes. I am really not in the mood for your jokes. അവൾ എന്നോട് തുറന്നടിച്ചു പറഞ്ഞു. She gave me a blunt reply. She gave me a blunt reply. You don't look like yourself today. Everything okay? എന്നത്തെ പോലെ അല്ലല്ലോ. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? സോ എന്ന് കാണുന്ന ഒരു വ്യക്തിയുടെ മുഖം ഒന്ന് പെട്ടെന്ന് മാറിയാൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാവുന്നതാണ്. ഇതൊരു സ്ഥിരം ഏർപ്പാടായി മാറുകയാണ്. This is becoming a regular thing. This is becoming a regular thing. എന്തോ പ്രശ്നമുണ്ട്. Something is off. Something is off. അമ്മ പാട്ട് കേൾക്കുന്നു. Mom is listening to songs. Mom is listening to songs. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. What had happened has happened. What had happened has happened. എനിക്ക് അത്തരത്തിലുള്ള പെരുമാറ്റം ഇഷ്ടമല്ല. I don't like that kind of behavior. I don't like that kind of behavior. സോ വീഡിയോ ഏവർക്കും വളരെ ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.